ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മാ ബഹൻ എന്ന മൂവിയാണ്. കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ജയ എന്ന് പറയുന്ന നമ്മുടെ നായിക ഒരു ഡോക്ടറെ പോയി കാണുന്നതാണ്. അവൾക്കും അവളുടെ ഹസ്ബൻഡിന്റെ ഇടയിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഒന്നും അത്ര നല്ലതായിരുന്നില്ല. ഗർഭിണിയാകാൻ ആഗ്രഹിച്ചിരുന്ന അവള് ഹസ്ബൻഡ് സ്പേം കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യുന്നു. എന്നാൽ ഒരു തവണ പോലും അവളുടെ ഹസ്ബൻഡ് മനസ്സ് അവളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ IVF ആണ് അവൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതിനെങ്കിലും ഹസ്ബൻഡ് വരുമെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നത് താൻ എങ്ങനെയെങ്കിലും സ്പേം കളക്ട് ചെയ്തുകൊണ്ട് വരാമെന്നാണ്. പക്ഷെ IVF-ന് 5.5 ലക്ഷം രൂപയോളം ചെലവ് വരും. അതെങ്ങനെയെങ്കിലും അവൾ സംഘടിപ്പിച്ചെങ്കിലേ പറ്റൂ. ജയ ഹസ്ബൻഡ് കൂടെ അയാളുടെ നാടായ പാറ്റ്നയിലായിരുന്നു നിൽക്കുന്നത്. ജയയുടെ സഹോദരി സുഷമയും പാറ്റ്നയിൽ തന്നെ തന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് താമസം. സോഷ്യൽ മീഡിയയിൽ കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള സുഷമ റീൽസ് എടുക്കാറുണ്ട്. ജയയുടെ ഹസ്ബൻഡ് മാനസിന്റെ കൂടെ എടുത്ത റീല് വൈറലാവുകയും അത് കാരണം വീണ്ടും വീണ്ടും അയാളുടെ കൂടെ കുറെ റീലൊക്കെ അവൾ എടുക്കുകയും ചെയ്യുന്നു. അവര് വളരെ ക്ലോസ് ആയിട്ട് റീലൊക്കെ എടുക്കുന്നത് കാരണം അവളുടെ ഫോളോവേഴ്സ് ഒക്കെ അവളോട് ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ വേറെ റിലേഷൻഷിപ്പ് ആണോ എന്നാണ്. അത് കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. വീട്ടുകാരോട് പറയാതെയാണല്ലോ ജയ ഹോസ്പിറ്റലിലേക്ക് പോയത്. അവൾ വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ അവളുടെ അമ്മായിയപ്പൻ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഇതുവരെ ഡിന്നർ ഞങ്ങൾ കഴിച്ചിട്ടില്ല, എത്രയും പെട്ടെന്ന് പോയി റൊട്ടി ഉണ്ടാക്കാൻ പറയുന്നു. ആ വീട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് റൊട്ടി ഉണ്ടാക്കി അവളുടെ ജീവിതം അവിടെ തന്നെ തിരിയുന്നൊരവസ്ഥയിലായിരുന്നു. വീട്ടുവേലക്കാരെ പോലെയാണ് അവരെല്ലാവരും അവളെ കണ്ടിരുന്നത്. സുഷമയുടെയും ജയയുടെയും അമ്മയാണ് രേഖ എന്ന് പറയുന്ന ഈ സ്ത്രീ. അവരൊരു വൈൻ ഷോപ്പിലായിരുന്നു ജോലി ചെയ്യുന്നത്. എന്നാൽ അന്ന് അവര് അവിടുത്തെ ഓണർ അറിയാതെ കുറച്ച് കാശ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. രണ്ടു മക്കളും പാറ്റ്നയിൽ താമസിക്കുന്നത് കാരണം ഇവര് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. എന്നാൽ അന്ന് രാത്രി അവരുടെ കോളിബെല്ല് ആരോ അടിക്കുന്നു. പിന്നീട് എന്തൊക്കെയോ ആ വീട്ടിൽ സംഭവിച്ചു. മാനസ് വന്നിടന്ന് ഉറങ്ങിയ ശേഷം ഓരോ റീൽസ് കണ്ടുകൊണ്ടിരുന്ന ജയാകട്ടെ മാനസും സുഷമയും ചേർന്നിരുന്നെടുത്ത റീലും കാണുന്നുണ്ട്. അവർ തമ്മിൽ മറ്റെന്തോ ബന്ധമുണ്ടെന്ന് ജയ്ക്ക് ഡൗട്ട് തോന്നുന്നു. കുറച്ച് നാളെ മുൻപ് വരെ ജയയുടെ സഹോദരി സുഷമ ഇവിടെയായിരുന്നു നിന്നിരുന്നത്. ജയയുടെ ഫാദറിനെയായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് സുഷമ ഇവിടെ നിന്ന് പോയത് തന്നെ. തന്റെ ഹസ്ബൻഡും തന്റെ സഹോദരിയും ഇത്രയടുത്ത് ഇടപഴകുന്നതൊന്നും ജയ്ക്ക് ഇഷ്ടമല്ലാത്തത് കാരണം ജയ സുഷമയോട് അധികം മിണ്ടാറില്ലായിരുന്നു. അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അവളുടെ അമ്മ രേഖ അവളെ കോൾ ചെയ്യുന്നു. അവർ വല്ലാതെ കരയാൻ ആരംഭിച്ചു. സുഷമയെ കൂടി കോൺഫറൻസ് കോളിൽ ഇടണമെന്ന് പറയുന്നു. സുഷമയോട് സംസാരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടും ഇവരുടെ ബഹളം കാരണം ജയ സുഷമയും കോൾ ചെയ്തു. അപ്പോഴും രേഖ നിർത്താതെ കരയുകയായിരുന്നു. വലിയൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വന്നെങ്കിലേ പറ്റൂ. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ രേഖ പറയുന്നത് നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റുള്ള ഗുപ്ത മരിച്ചു എന്നാണ്. ഗുപ്ത മരിച്ചതിന് അമ്മ എന്തിനെ ഇങ്ങനെ കരയുന്നെന്ന് ചോദിച്ചപ്പോൾ രേഖ ഇവരോട് പറയുന്നുണ്ട് ആ ഗുപ്ത മരിച്ചത് നമ്മുടെ വീട്ടിൽ വെച്ചാണെന്ന്. അയാളുടെ ഡെഡ് ബോഡി അവിടെ കിടപ്പുണ്ട്. ഇത് കേട്ട് രണ്ടു മക്കളും ഞെട്ടി എഴുന്നേൽക്കുന്നു. എന്താ സംഭവിച്ചെന്ന് ചോദിക്കുന്നു. രേഖ അപ്പോഴും കരയുകയായിരുന്നു. ഇനിയാണ് നമ്മളെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ആദർശ് കോളനി എന്നറിയപ്പെടുന്ന ആ കോളനിയിലേക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് സുകുമാർ എന്ന് പറയുന്ന ഒരാളാണ് രേഖയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ആ കോളനിയിലുള്ള എല്ലാ ആൾക്കാർക്കും അവൾ സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടിരിക്കുന്നത് കണ്ട് ദേഷ്യം വരുന്നു. അവിടെ ആരും അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും രേഖയെ മറ്റൊരു രീതിയിലാണ് കണ്ടത്. അവൾ അവിടുത്തെ ആണുങ്ങളെ വശീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ധരിക്കുന്നതെന്ന് പറയുന്നു. അവരുടെ വീടിന്റെ ഓപ്പോസിറ്റുള്ള ഗുപ്തയും അവൾ വശീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഗുപ്തയും എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. രേഖ തന്റെ ഹസ്ബൻഡ് സുകുമാറിന് ശരീരത്തിൽ എണ്ണ തേച്ചു കൊടുക്കുന്ന പതിവുണ്ട്. എന്നാൽ വീടിനകത്ത് സ്ഥലമുണ്ടായിട്ടും ബാൽക്കണിയിലിരുന്നായിരുന്നു രേഖ സുകുമാറിന് മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ചുറ്റുമുള്ള ആണുങ്ങളെ എല്ലാം തന്നെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവരെല്ലാം കരുതി. വിവാഹം കഴിഞ്ഞ് 7-ാം മാസം രേഖ പ്രസവിച്ചു. അങ്ങനെയാണ് ജയ ഉണ്ടായത്. 7-ാം മാസം അവൾ പ്രസവിച്ചത് കാരണം ആൾക്കാരെല്ലാം അവളെ കുറിച്ച് വീണ്ടും മോശം പറയാൻ തുടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം സുകുമാറിന് ഷോക്ക് ഏൽക്കുന്നു. അയാളെ രക്ഷിക്കാൻ ശ്രമിച്ച അയാളുടെ അമ്മയും അയാളുടെ കൂടെ മരിച്ചു. ആ വീട്ടില് രേഖയും ജയും ഒറ്റയ്ക്കായി. ഗുപ്തയുടെ കയ്യിൽ നിന്ന് മരിക്കുന്നതിന് മുമ്പ് സുകുമാർ ഈ വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് കുറച്ച് കാശ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചടിച്ചില്ലെങ്കിൽ രേഖയും ജയയും വീട്ടിൽ നിന്നും ഇറക്കിവിടും എന്നൊരു അവസ്ഥയിലായിരുന്നു. എന്നാൽ രേഖയാകട്ടെ ഈ ഗുപ്തയോട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് പെരുമാറി അയാളെ പ്രലോഭിപ്പിച്ച് അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ആ നാട്ടിലുള്ള പലരും രേഖ ഒരു യക്ഷിയാണെന്നാണ് പറയുന്നത്. അവള് ദിവസവും അവിടെ ചെടി നനയ്ക്കാറുണ്ട്. ആ വീട്ടിലേക്ക് കയറിപ്പോകുന്ന ചിലരൊന്നും തിരിച്ചു വരാറില്ല എന്നും അവരെയൊക്കെ രേഖ കൊന്ന് തന്റെ ഗാർഡനിൽ കുഴിച്ചിട്ട ശേഷം അതിന്റെ മുകളിലായി ചെടി നട്ടിരിക്കുന്നതെന്നും വരെ ചുറ്റുമുള്ളവർ പറഞ്ഞുണ്ടാക്കി. വീട്ടിൽ വെച്ച് ഗുപ്തയുടെ മരണം സംഭവിച്ചു എന്ന് രേഖ വിളിച്ചു പറഞ്ഞത് കാരണം മറ്റൊന്നും ചിന്തിക്കാതെ മാനസിന്റെ കാർ എടുത്തിട്ട് ജയ രേഖയുടെ അടുത്തേക്ക് വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സുഷമ്മ അവിടെ എത്തി. രണ്ടുപേരും ഈ ഡെഡ് ബോഡി കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. ഇയാൾ എങ്ങനെ മരിച്ചത്, എന്താ സംഭവിച്ചതെന്ന് അവർ രേഖയോട് ചോദിക്കുന്നു. രേഖ പറയുന്നത് ഇങ്ങനെയാണ്. തലേന്ന് രാത്രി 10:30 ഇയാൾ കോളിംഗ് ബെല്ല് വന്നടിച്ചു. ഇയാളുടെ മകൾ ഗോൾഡിയുടെ വിവാഹം നടക്കാൻ പോവുകയാണല്ലോ. അവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനത്തിന് വന്നതായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ വാതിൽ തുറന്നത്. വാതിൽ തുറന്നതും ഇയാൾ എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു, എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഉണ്ടായ പിടിവലിയിൽ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ അയാളെ തള്ളിയിട്ടു. അവിടെ ഉണ്ടായിരുന്ന കർട്ടനിൽ കയറി അയാൾ പിടിക്കുകയും കർട്ടൻ പൊട്ടി അയാൾ താഴേക്ക് വീഴുകയും ചെയ്തു. താഴെ ഇരുന്ന ചെറിയ കല്ലിലാണ് അയാളുടെ തല പോയി ഇടിച്ചത്. അങ്ങനെയാണ് അയാൾ മരിച്ചത്. ഈ ബോഡി ആരും കാണാതെ എവിടെയെങ്കിലും കൊണ്ട് കളയാമെന്നായിരുന്നു രേഖയുടെ പ്ലാൻ. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ വല്ല കമ്പിളിയിലും പൊതിഞ്ഞ് അടുത്തുള്ള കനാലിൽ എവിടെയെങ്കിലും കൊണ്ട് കളയാം. പക്ഷെ ഇതൊക്കെ വലിയ പ്രശ്നമാവുമെന്ന് ജയ പറയുന്നു. സെൽഫ് ഡിഫൻസിന്റെ പേരിൽ അറിയാതെ
സംഭവിച്ചൊരു കൊലപാതകമല്ലേ, നമുക്ക് പോലീസിൽ അറിയിക്കാമെന്ന് ജയ പറഞ്ഞു. എന്നാൽ സുഷമ പറയുന്നുണ്ട് അതൊന്നും വേണ്ടെന്ന്. അമ്മ പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലും ബോഡി കൊണ്ടിടാം. തലേന്ന് രാത്രിയിലാണല്ലോ ഇതെല്ലാം സംഭവിച്ചത്. ഇപ്പോൾ നേരം വെളുത്തിരിക്കുന്നു. ഈ ഗുപ്തയെ അയാളുടെ വീട്ടിലുള്ള പലരും അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യുമെന്നായിരുന്നു രേഖയുടെ ഡൗട്ട്. എന്താണെങ്കിലും അവർ ചുറ്റും പരിശോധിക്കുന്നു. ഗുപ്തയെ ആരെങ്കിലും തിരക്കുന്നുണ്ടോ എന്ന്. ഗുപ്തയുടെ വൈഫ് ആ സമയം ഉറക്കം എഴുന്നേറ്റിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഗുപ്തയെ കട്ടിൽ കാണാത്തപ്പോൾ അവർ കരുതി അയാൾ രാവിലെ നടക്കാൻ പോയിട്ടുണ്ടാകുമെന്ന്. എന്നാൽ അയാളുടെ കൂടെ സ്ഥിരം നടക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഇന്ന് ഗുപ്തയെ നടക്കാൻ കണ്ടില്ലല്ലോ എന്ന്. പിന്നെ ഗുപ്ത ഇത് എവിടേക്ക് പോയി എന്ന് അവർ ചിന്തിക്കുന്നു. അയാളുടെ ഫോണിലേക്ക് കുറെ വോയിസ് മെസ്സേജ് അയക്കുന്നു. നിങ്ങൾ ഇത് എവിടെ പോയി, എത്രയും പെട്ടെന്ന് വാ, മോളുടെ വിവാഹമല്ലേ, ഒരുപാട് ജോലികൾ ബാക്കിയുണ്ടെന്ന്. കൂടാതെ ഗുപ്തയ്ക്ക് വേറെ ഏതോ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് ഗുപ്തയുടെ വൈഫിന് ഡൗട്ട് ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ തലേന്ന് രാത്രി അവരൊരു ചെറിയ വഴക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണോ ഇനി അയാൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയതെന്ന് അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഗുപ്തയുടെ ഫോണിലേക്ക് അയാളുടെ വൈഫ് അയച്ച വോയിസ് മെസ്സേജ് എല്ലാം തന്നെ രേഖയും മക്കളും കേൾക്കുന്നു. നിങ്ങൾ എന്റെ മെസ്സേജ് കണ്ടിട്ടും എന്താ റിപ്ലൈ തരാത്തെന്ന് ഗുപ്തയുടെ വൈഫ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസത്തേക്കെന്നും പറഞ്ഞിട്ടാണ് ജയ തന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അവളുടെ ഹസ്ബൻഡ് അച്ഛനാകട്ടെ അവളെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ജോലിയുണ്ട്, ആഹാരം ഉണ്ടാക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മയ്ക്ക് തീരെ സുഖമില്ല, അമ്മ കിടപ്പിലാണ്, 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് താനങ്ങ് വരാമെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ ജയ ഫോൺ കട്ട് ചെയ്തു. ആ സമയം ഗുപ്തയുടെ വൈഫിന്റെ സഹോദരനായ മഹേശ്വരി അവിടേക്ക് വരുന്നു. ഈ മഹേശ്വരിയും ജയയും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതായിരുന്നു. മഹേശ്വരിക്ക് പണ്ടേ ജയോട് ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ അത് തുറന്നു പറയുന്നതിന് മുന്നേ അവളുടെ വിവാഹം കഴിഞ്ഞു. മഹേശ്വരിയുടെ അടുത്ത് നിന്ന് ജയയും രേഖയും സുഷ്മയെ അറിയുന്നുണ്ട് ഇന്ന് രാത്രി കല്യാണം പ്രമാണിച്ച് ഇവിടെ കുറച്ച് പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ എല്ലാവരും അത് കാണാൻ വരും. ആൾക്കാർ കൂടുകയാണെങ്കിൽ ഇവർ പ്ലാൻ ചെയ്ത പോലെ രാത്രിയിൽ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പറ്റില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവരാകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. രാത്രിയായിട്ടും ഗുപ്തയെ കാണാത്തത് കാരണം ഗുപ്തയുടെ വൈഫിന് ആകെ ദേഷ്യം വരുന്നു. അയാൾ മനഃപൂർവ്വം ദേഷ്യപ്പെട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കുവാണെന്നാണ് ഗുപ്തയുടെ വൈഫ് ചിന്തിച്ചത്. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴെങ്കിലും ഈ ഡെഡ് ബോഡി ഇവിടെ നിന്ന് മാറ്റാമെന്ന് ചിന്തിച്ച് പഴയ തുണികൾ തപ്പിയെടുക്കുകയായിരുന്നു ജയ. ആ തുണിയിലൊക്കെ ഇയാളെ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകാനായിരുന്നു അവരുടെ പ്ലാൻ. ഒരു സൈഡിൽ ഗുപ്തയുടെ വീട്ടില് പാട്ടും ഡാൻസും ബഹളവും എല്ലാം നടക്കുന്നു. ഇവർ മൂന്നുപേരും ചേർന്നിട്ട് ഗുപ്തയുടെ ഡെഡ് ബോഡി ഒരു കമ്പിളി പുതപ്പലെടുത്ത് കിടന്നിരുന്ന റൂമിൽ നിന്ന് മറ്റിടത്തേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് ഗുപ്ത മരിച്ചിട്ടില്ല. അയാൾക്ക് ഇപ്പോഴും ബോധമുണ്ട്. പാതി ബോധത്തിലാണ് അയാൾ കിടക്കുന്നത്. ഇടയ്ക്ക് അയാളൊന്ന് ഉണരുകയും തുമ്മുകയും ചെയ്തിട്ട് വീണ്ടും കടന്നു. അത് കണ്ടപ്പോൾ ആദ്യം അവർ പേടിച്ചെങ്കിലും പിന്നെ അവർക്ക് കുറച്ച് ആശ്വാസം തോന്നി. ഇയാൾ മരിച്ചിട്ടില്ലല്ലോ, അത് തന്നെ വലിയ സമാധാനമെന്ന്. എന്നാൽ ആ സമയത്താണ് സുഷമ്മ രേഖയുടെ ഫോണിൽ ചില മെസ്സേജസ് കാണുന്നത്. ശരിക്കും ഗുപ്ത ഇവിടെ തനിയെ വന്നതല്ല. രേഖ അയാൾക്ക് മെസ്സേജ് അയച്ചതാണ്. തനിക്ക് ബോറടിക്കുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗെയിം കളിക്കാമെന്ന് പറഞ്ഞിട്ട്. സുഷമ്മ രേഖയോട് ചോദിക്കുന്നുണ്ട് അമ്മ മനഃപൂർവ്വം അയാളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതാണോ എന്ന്. അപ്പോഴാണ് രേഖ ഉള്ള സത്യങ്ങളെല്ലാം പറയുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന വൈൻ ഷോപ്പിൽ നിന്ന് ഞാൻ കുറച്ച് കാശ് എടുത്തു. സാധാരണ അവിടെ കണക്ക് നോക്കുന്നത് 10-ാം തീയതിയാണ്. കണക്ക് നോക്കാൻ വരുന്നത് ഗുപ്തയും. ഓണർ അറിയുന്നതിന് മുന്നേ ഞാൻ ആ കാശ് തിരിച്ചു വെക്കാനിരുന്നതാ. പക്ഷെ ഇത്തവണ ഗുപ്ത നേരത്തെ വരികയും കണക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്നും കാശ് എടുത്തു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അയാൾ എന്നെ ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു. കടയുടെ ഓണറിന്റെ അടുത്ത് ഇത് പറയുമെന്ന് പറഞ്ഞിട്ട് അയാളോട് ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെയിം കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളെ വീട്ടിലേക്ക് വിളിച്ചത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങി. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അയാളെ പിടിച്ച് തള്ളുകയും അയാൾ താഴേക്ക് വീണ് ആ കല്ല് തലയിടിച്ച് ബോധം പോവുകയും ചെയ്തു. മരിച്ചു എന്നാ ഞാൻ കരുതിയത്. ഇപ്പോഴില്ലേ ഞാൻ അറിയുന്നത് ഇയാൾക്ക് ബോധമുണ്ടെന്ന്. എത്ര രൂപയാണ് അമ്മ എടുത്തെന്ന് ചോദിച്ചപ്പോൾ രേഖ പറയുന്നുണ്ട് 2 തവണയായിട്ട് ഞാൻ 5 ലക്ഷത്തിന് മുകളിൽ രൂപ എടുത്തിട്ടുണ്ടെന്ന്. അത്രയും കാശ് അമ്മയ്ക്ക് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ തന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് രേഖ പറയുന്നു. എന്നാൽ സുഷമ ചോദിക്കുന്നുണ്ട് അമ്മ റമ്മി കളിക്കാറുണ്ടോ, അതിനു വേണ്ടിയിട്ടാണ് ഈ കാശൊക്കെ എടുക്കുന്നത്. സുഷമ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെയാണെന്ന് രേഖ ഇങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ മറ്റെന്തോ ആവശ്യത്തിനായിരുന്നു രേഖ ആ കാശ് എടുത്തത്. അല്ലെങ്കിൽ തന്നെ ഈ ചുറ്റുമുള്ള ആൾക്കാര് നമ്മൾ എങ്ങനെങ്കിലും ഈ വീട് വിറ്റിട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ കുറിച്ചൊക്കെ ഇവർ മോശമായിട്ടല്ലേ സംസാരിക്കുന്നത്. അമ്മയുടെ കയ്യിലിരിപ്പ് കൊണ്ടാ ഇതൊക്കെ വന്നതെന്നാണ് ജയ പറയുന്നത്. അച്ഛന്റെ മരണശേഷം അമ്മ മറ്റാരുമായിട്ടോ ബന്ധം സ്ഥാപിച്ചില്ലേ, അതിലല്ലേ ഈ സുഷമ ഉണ്ടായത്. ആ ആളും അമ്മ ഇട്ടിട്ട് പോയി. സുഷമയുടെ അച്ഛൻ ആരാണെന്ന് പോലും അവൾക്കറിയില്ല. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഗുപ്ത എന്ത് ചെയ്യുമെന്നാണ്. അയാൾ മരിക്കാത്ത സ്ഥിതിക്ക് അയാൾ പുറത്തിറങ്ങാതെ എങ്ങനെയെങ്കിലും അയാളെ ഇവിടെ തന്നെ നിർത്തണം. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് താൻ കാശെല്ലാം തിരിച്ചു വെക്കാം. അപ്പൊ പിന്നെ ഓണറിന്റെ അടുത്ത് ഞാൻ കാശ് മോഷ്ടിച്ചു എന്ന് ഇയാൾ പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. ഒടുവിൽ രേഖയുടെ കൂടെ തന്നെ നിൽക്കാമെന്ന് സുഷമയും ജയയും സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെയായി. സുഷമയാകട്ടെ ഈ ഗുപ്തയുടെ മകൾ ഗോൾഡിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അത് കണ്ട് ഗുപ്തയുടെ വൈഫിന് ദേഷ്യം വരുന്നു. ആ വൃത്തികെട്ട പെണ്ണുമായിട്ടൊന്നും നീ സംസാരിക്കേണ്ടെന്നും അവള് നിന്റെ ജീവിതത്തിൽ കണ്ണുവെക്കും, നിന്റെ കല്യാണത്തെ തന്നെ അത് ബാധിക്കുമെന്ന് അവർ പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രേഖയാകട്ടെ ഗുപ്തയുടെ ഫോണിൽ നിന്ന് അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. മകളുടെ കല്യാണത്തിന് ഞാൻ വരില്ല എന്നും നീ ഒറ്റയ്ക്ക് തന്നെ കല്യാണം നടത്തിയാൽ മതിയെന്നും പറഞ്ഞിട്ട്. അതൊക്കെ കണ്ട് ദേഷ്യവും വിഷമവും വന്ന ഗുപ്തയുടെ വൈഫ് പറയുന്നുണ്ട് ആ അപ്പുറത്തെ വീട്ടിലെ 3 പെണ്ണുങ്ങളും നിന്റെ ജീവിതത്തിൽ കണ്ണുവെച്ചിട്ടാണ് നിന്റെ അച്ഛൻ പോലും നിന്റെ കല്യാണത്തിന് വരാത്തതെന്ന്. അയാൾ വേറെ എങ്ങോട്ടോ പോയിരിക്കുന്നു. ഞാനൊരു സ്വാമിയെ കണ്ട് ഈ കണ്ണുദോഷം മാറാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു പൂജ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ ഏതോ സ്വാമിയെ കാണാൻ പോയി. ഈ സുഷമയെ കുറിച്ച് ആ നാട്ടിലെ ആൾക്കാർക്ക് വളരെ മോശം അഭിപ്രായമായിരുന്നു. അവൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് അവളുമായിട്ട് വെറും 5 ദിവസം മാത്രം റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു പയ്യനുമായിട്ട് അവൾ
അവൾ കിസ് ചെയ്യുകയും ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഏതൊരു മൂവിയിൽ 5 മിനിറ്റ് ലോങ് ആയിട്ടുള്ള കിസ്സിംഗ് സീൻ ഉണ്ടായിരുന്നു. ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന വീഡിയോ എന്നുള്ള രീതിയിലായിരുന്നു അവൾ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. അത് ആ പയ്യന്റെ വീട്ടുകാർക്കും പയ്യനും വലിയ നാണക്കേടുണ്ടാക്കി. ഇവരെല്ലാവരും ഗുപ്തയോട് വന്ന് സംസാരിക്കുന്നു. ഗുപ്തയാണ് അന്ന് നാട്ടുകാരെ എല്ലാം കൂട്ടി ഇനി സുഷമ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നും അവൾ ഈ കോളനിക്ക് അപമാനമാണെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത്. ആൾക്കാരുടെ എല്ലാം ബഹളം കാരണം വേറെ നിവൃത്തിയില്ലാതെ രേഖ സുഷമയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. എന്നാൽ അതൊക്കെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് രേഖ ചെയ്തത്. സുഷമയെ സേഫ് ആയിട്ട് ജയയുടെ വീട്ടിലേക്കാണ് രേഖ എത്തിച്ചത്. അവിടെ എത്തിയ സുഷമയാകട്ടെ ജയയുടെ ഹസ്ബൻഡ് മാനസുമായിട്ട് ചേർന്ന് റീല് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ വൈറലാവുകയും ചെയ്തു. ജയ്ക്ക് ഇതെല്ലാം കണ്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഇത്രയും ക്ലോസ് ആയിട്ട് നിന്ന് റീലൊന്നും എടുക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. തന്റെ മാരേജ് ലൈഫും സുഷമ കാരണം നശിക്കുകയാണെന്ന് ജയ ചിന്തിച്ചു. രേഖയ്ക്കും സുഷമയ്ക്കും ഒക്കെ ഒരേ ക്യാരക്ടർ ആണെന്നാണ് ഇതിലൂടെ നമ്മളെ കാണിക്കുന്നത്. കഥ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുന്നു. സ്വാമിജിയുടെ അടുത്ത് പോയിട്ട് ഗുപ്തയുടെ വൈഫാകട്ടെ ഒരു തേങ്ങയൊക്കെ പൂജിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയെങ്കിലും അവർക്ക് രേഖയുടെ വീട്ടിൽ വെക്കണം. അവര് രേഖയുടെ ഫാമിലിയോടും പറയുന്നുണ്ട്, ഞാൻ അമ്പലത്തിൽ നിന്നും കൊണ്ടുവന്ന ലഡുവാണ് ഇത് കഴിക്കുന്നത്. ലഡുവും കൊടുത്തിട്ട് തനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ അവർ രേഖയുടെ വീടിനുള്ളിൽ കയറിക്കൂടി. ഗുപ്തയെ ഇവർ കിച്ചണിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവർ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് രേഖയും സുഷമയും നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. രേഖയുടെ സുഷമയുടെയും കണ്ണു വെട്ടിച്ച് ഗുപ്തയുടെ വൈഫാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുടത്തിലേക്ക് ഇവർ കാണാതെ ആ പൂജിച്ചുകൊണ്ടുവന്ന തേങ്ങ വെക്കുന്നു. ഈ 3 സ്ത്രീകളുടെയും കണ്ണ് തന്റെ വീടിനെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ അങ്ങനെ ചെയ്തത്. പക്ഷെ അവിടെ വെച്ച് അവർക്കൊരു സ്മെല്ല് കിട്ടുന്നു. അവരുടെ ഹസ്ബൻഡ് ഗുപ്ത ഉപയോഗിക്കുന്ന ഒരു തരം തൈലത്തിന്റെ മണം. ആ ഒരു വൃത്തികെട്ട മണം എവിടെയും അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അവരുടെ വീട്ടിൽ നിന്നും തിരിച്ച് തന്റെ വീട്ടിലെത്തിയ ഗുപ്തയുടെ വൈഫാകട്ടെ തന്റെ സഹോദരൻ മഹേശ്വരിയോട് പറയുന്നുണ്ട്, നിന്റെ അളിയൻ ആ പെണ്ണുങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ടെന്ന്. അവിടെ നിന്നും എനിക്ക് സ്മെല്ല് കിട്ടിയായിരുന്നു എന്ന്. അയാൾ മിക്കവാറും അവിടെ തന്നെയായിരിക്കും ഒളിച്ചിരിക്കുന്നത്. എന്നാൽ ആ സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ടൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ലാന്ന് മഹേശ്വരി പറയുന്നുണ്ട്. അവന് ജയയോട് വലിയ ഇഷ്ടമുണ്ടായതുകൊണ്ടാണ് അവനിങ്ങനെ ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഗുപ്തയുടെ വൈഫിന് അറിയാമായിരുന്നു. ഈ സമയം രേഖയും മക്കളും ചേർന്നിട്ട് ഗുപ്തയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് മഹേശ്വരി അവിടേക്ക് വരുന്നത്. വീടിനുള്ളിലേക്ക് അയാൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ജയ അയാളോട് പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ പഴയ സ്കൂളിലേക്കൊന്ന് പോയാലോ, അവിടോട്ടൊക്കെ പോയിട്ട് കുറച്ച് നാളായെന്ന്. അത് കേട്ടതും മഹേശ്വരി വീടിനകത്തേക്ക് കയറാൻ നിൽക്കാതെ ജയയും കൂട്ടി അവിടേക്ക് പോയി. ആ നേരം കൊണ്ട് ഇവരുടെ സ്റ്റോർ റൂമിലേക്ക് ഗുപ്തയെ വലിച്ചഴിച്ചുകൊണ്ട് പോവുകയായിരുന്നു രേഖയും സുഷമയും. റൂമിന്റെ ഡോറാകട്ടെ തനി അടഞ്ഞു വരുന്നത് കാരണം അവിടെ ഇരുന്ന കൊടമെടുത്ത് സുഷമ ആ ഡോറിന്റെ അടുത്തേക്ക് വെച്ചു. അതിനുള്ളിലായിരുന്നു ഗുപ്തയുടെ വൈഫ് കൊണ്ടുവച്ചിരുന്ന തേങ്ങയുണ്ടായിരുന്നത്. ഗുപ്തയെ എടുത്ത് ആ സ്റ്റോർ റൂമിൽ കിടന്നിരുന്ന കുറെ പ്രതിമകളുടെ കൂട്ടത്തിൽ ഇട്ട ശേഷം ആ കുടം കൂടി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഡോർ അടച്ചിട്ട് രേഖയും സുഷമയും പുറത്തേക്ക് ഇറങ്ങി. അയാൾക്ക് ബോധം തിരിച്ചു വരാതിരിക്കാനും അയാൾ കുറെ നേരം കൂടി ഉറങ്ങിക്കിടക്കാനും വേണ്ടിയിട്ട് വീട്ടിലുണ്ടായിരുന്ന കുറെ കഫ് സിറപ്പൊക്കെ എടുത്ത് അയാളുടെ വായിലേക്ക് ഇവർ നേരത്തെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ആ മരുന്ന് കഴിക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും നല്ല ഉറക്കം വരാറുണ്ട്. അതുകൊണ്ടാണ് അവർ തൽക്കാലം ഇയാളെ ഉറക്കിക്കിടത്താൻ അത് ഉപയോഗിച്ചത്. മഹേശ്വരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയയാകട്ടെ ടോളിയുടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടം വരായെന്ന് ചോദിക്കുന്നു. എന്നാൽ തന്റെ അളിയൻ ഗുപ്തയെ കാണാനില്ലെന്നും അയാൾ തന്റെ ചേച്ചിയോട് വഴക്കിട്ടിട്ട് എങ്ങോട്ടോ പോയെന്നുമാണ് മഹേശ്വരി പറയുന്നത്. തന്റെ കുടുംബത്തിന്റെ മേല് ഒരു സംശയം തോന്നാത്ത രീതിയിലായിരുന്നു മഹേശ്വരിയോട് ജയ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ സമയം ജയയുടെ ക്യാരക്ടർ കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് കൂടി നമ്മളെ കാണിക്കുന്നുണ്ട്. രേഖയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ മോശമായിട്ട് പല ആൾക്കാരും പറയുന്നത് കാരണം ജയയുടെ വിവാഹം ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ജയയുടെ ബെസ്റ്റ് ഫ്രണ്ട് രാത്രി പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടര് വന്നു. ആ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ പോയതായിരുന്നു ജയ. വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവൾ നല്ല റൊട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പാട്നയിലെ വലിയ കുടുംബമായ മാനസിന്റെ കുടുംബം ജയക്ക് ഇഷ്ടപ്പെടുകയും അവിടെ വെച്ച് തന്നെ ജയ മാനസിനെ വശീകരിക്കുകയും ചെയ്തു എന്നാണ് എല്ലാവരും പറയുന്നത്. കിച്ചണിലേക്ക് വന്ന് നോക്കിയ രാത്രി കാണുന്നത് മാനസും ജയയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ്. ഇത് കണ്ട് രാത്രി ബഹളം വെക്കുകയും ചെയ്യുന്നു. മാനസിന്റെ വീട്ടിൽ സ്ത്രീകൾ വന്ന് നോക്കുമ്പോൾ ജയയാണ് ആ റൊട്ടിയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അത്രയും നല്ല റൊട്ടി ഉണ്ടാക്കുന്ന മരുമകളെ തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് രാത്രിക്ക് പകരം അവർ ജയയെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ജയ മാനസിനെ വിവാഹം കഴിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി. അന്നും ഈ ഗുപ്തയും നാട്ടിലെ മറ്റു ആൾക്കാരും എല്ലാം ചേർന്നിട്ട് ഇവരുടെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജയ മാനസിനെ വിവാഹം കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത് മഹേശ്വരിക്കായിരുന്നു. അങ്ങനെ സ്കൂളിൽ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത ശേഷം മഹേശ്വരിയുടെ കൂടെ ജീപ്പിലേക്ക് ജയ വന്നിറങ്ങുമ്പോൾ കാണുന്നത് മാനസ് തങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. മഹേശ്വരിയും ജയയും ഒരുമിച്ച് കണ്ടതും മാനസിന് ദേഷ്യം വരുന്നു. പറയാതെ എന്തുകൊണ്ടാ നീ വന്നതെന്ന് ജയ മാനസിനോട് ചോദിക്കുമ്പോൾ മാനസ് പറയുന്നത്, നീ വണ്ടി എടുത്തുകൊണ്ടല്ലേ വന്നത്. പുതിയ പ്രോപ്പർട്ടിയുടെ ഡീല് സൈൻ ചെയ്യേണ്ട പേപ്പർ ഈ വണ്ടിയുടെ ഡിക്കിയിൽ ഇരിക്കുകയായിരുന്നു. എനിക്കത് കൊണ്ടുപോയെങ്കിലേ പറ്റൂ. അതിനാ ഞാൻ വന്നത്. അവനെ വീട്ടിൽ അധിക നേരം നിർത്തുന്നത് ശരിയല്ലെന്ന് രേഖയ്ക്ക് അറിയാമായിരുന്നു. കാരണം എപ്പോഴെങ്കിലും ആ ഗുപ്ത ഉണരുകയാണെങ്കിൽ തങ്ങൾ ഗുപ്തയോട് ചെയ്ത കാര്യങ്ങളെല്ലാം മാനസ മനസ്സിലാക്കും. അവനെ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ മാനസിന് ഇവരുടെ സംസാരത്തിലൊക്കെ ചില ഡൗട്ട് തോന്നുന്നുണ്ട്. കാരണം രേഖയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ടാണ് ജയ വന്നത്. പക്ഷെ രേഖ ഒരു കുഴപ്പമില്ലാതെ അവിടെ നിൽക്കുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് മാനസ ചോദിക്കുമ്പോൾ രേഖ പറയുന്നത് തനിക്ക് ശരിക്കും ആരോഗ്യ പ്രശ്നമായിരുന്നില്ല, മാനസിക പ്രശ്നമായിരുന്നു എന്ന്. 2 മക്കളും ദൂരെ ആയത് കാരണം താൻ ഈ വീട്ടിൽ തനിച്ചായിരുന്നു. ഒറ്റയ്ക്കിരുന്നിരുന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. അതുകൊണ്ടാണ് ഞാൻ രാത്രിയിൽ വല്ലാതെ കരഞ്ഞത്. എന്റെ മക്കൾ അതുകൊണ്ട് എവിടേക്ക് വന്നതും. എന്നാണെങ്കിലും താൻ ഒരു ദിവസം നിന്ന് അമ്മ ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് മാനസ് പറയുന്നു. ഇത് കേട്ട് ബാക്കി എല്ലാവരും ഞെട്ടി. പക്ഷെ
പക്ഷെ മാനസിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. രേഖയുടെ വീടും പ്രോപ്പർട്ടി എല്ലാം അവൻ ഇഷ്ടപ്പെട്ടു. എങ്ങനെയെങ്കിലും ഇവരെ ഒരു വാടക വീടെടുത്ത് മാറ്റിയ ശേഷം ഈ പ്രോപ്പർട്ടി തന്റെ കൈവശം ആക്കണമെന്നായിരുന്നു മാനസിന്റെ ചിന്ത. അന്ന് രാത്രി മാനസ് അവിടെ സ്റ്റേ ചെയ്തു. എന്നാൽ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല അവിടുത്തെ സ്റ്റോർ റൂമില് ഗുപ്ത ഇവർ കെട്ടിയിട്ടുണ്ടായിരുന്നുവെന്ന്. ഗുപ്തയ്ക്ക് എപ്പോഴും നല്ല ബോധമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അയാൾ എപ്പോഴും ഉറക്കത്തിലായിരുന്നു. പക്ഷെ അന്ന് രാത്രി ഗുപ്തയുടെ വീട്ടിലേക്ക് ഒരു കോള് വരുന്നു. ഗുപ്തയുടെ മകളാണ് അത് അറ്റൻഡ് ചെയ്ത ശേഷം അവളുടെ നിലവിളിയാണ് കേൾക്കുന്നത്. പിറ്റേന്ന് രാവിലെ നടക്കാനിറങ്ങിയ മാനസ് ഗുപ്തയുടെ വീട്ടിലെ ഒരു പയ്യനെ കണ്ടു കഴിയുമ്പോൾ അവനിൽ നിന്നും ആ വിവരങ്ങൾ അറിയുന്നു. ഗുപ്തയെ ആരോ തട്ടിക്കൊണ്ടുപോയിട്ട് 5.5 ലക്ഷം രൂപ മോചനദ്രവ്യം ചോദിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഗുപ്തയെ കൊന്നുകളയുന്ന ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കേട്ട് രേഖയും മക്കളും ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. ശരിക്കും ഗുപ്ത തങ്ങളുടെ വീട്ടിലാണുള്ളത്. ആരായിരിക്കും ഗുപ്തയുടെ വീട്ടിലേക്ക് വിളിച്ച് ഇങ്ങനെ കാശൊക്കെ ചോദിച്ചിട്ടുണ്ടാവുക? ഗുപ്തയുടെ മകൾ ഗോൾഡി പറയുന്നത് തലേന്ന് രാത്രി കോള് വന്നു, താനാണ് അറ്റൻഡ് ചെയ്തത്. പക്ഷെ വിളിച്ചത് സ്ത്രീയാണോ പുരുഷനാണോ എന്നറിയില്ല. വളരെ പതുക്കെ സംസാരിച്ചത്. 5 ലക്ഷം രൂപ ഇവിടെ അടുത്തുള്ള വേസ്റ്റ് ബിന്നിന്റെ പുറത്തു കൊണ്ടുപോയി ഇന്ന് രാത്രി 2 മണിക്ക് വെച്ചില്ലെങ്കിൽ അച്ഛനെ കൊന്നുകളയുന്ന ഭീഷണിപ്പെടുത്തിയിരിക്കുന്നതെന്ന്. സംഭവം മഹേശ്വരിയാകിട്ട് ഒരു പ്ലാൻ ഇടുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ രാത്രിയിൽ കാശുമായിട്ട് പോകാം. എന്നാൽ തന്റെ പോലീസുകാർ പലയിടങ്ങളിലും ഒളിച്ചിരിക്കും. കിഡ്നാപ്പർ വന്നു കഴിഞ്ഞാൽ കൈയോടെ അവനെ പിടിക്കാം. പക്ഷെ അപ്പോഴും ഗുപ്തയുടെ വൈഫ് പറയുന്നത് കിഡ്നാപ്പർ വേറെ ആരും ആയിരിക്കില്ല, ആ രേഖയും മക്കളും തന്നെ ആയിരിക്കുമെന്ന്. കാരണം രേഖയും മക്കളും കാശിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. രേഖയുടെ ഹസ്ബൻഡ് സുകുമാർ മരിച്ച ശേഷം മുന്നോട്ട് ജീവിക്കാൻ രേഖ കുറെ കഷ്ടപ്പെട്ടിരുന്നു. കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെ സ്മഗ്ലിംഗ് ചെയ്തിട്ടുണ്ടെന്നാണ് ജനങ്ങൾ പറഞ്ഞത്. എവിടെ നിന്നോ കുറെ നൈറ്റിയൊക്കെ ഇറക്കി ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബിസിനസ് പൊളിഞ്ഞപ്പോൾ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ബിസിനസ് നടത്തി. അതും അധികകാലം മുന്നോട്ട് പോയില്ല. അത് കഴിഞ്ഞപ്പോൾ സൈബർ കഫേ നടത്തി. പക്ഷെ അവിടേക്ക് വരുന്ന പുരുഷന്മാരെ ബ്ലൂ ഫിലിംസ് ആണ് രേഖ കാണിക്കുന്നതെന്നാണ് നാട്ടിലെല്ലാവരും പറഞ്ഞത്. പല ആൾക്കാരെയും രേഖ യൂസ് ചെയ്യുകയും കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഡെഡ് ബോഡി ആ ഗാർഡന്റെ അടിയിൽ തന്നെ ഉണ്ടാകുമെന്ന് അവിടുത്തെ കോളനിയിലെ ആൾക്കാർ പറയാൻ തുടങ്ങി. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ഇവിടെ രേഖയും ജയും സുഷമയും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും ഗുപ്തയുടെ വീട്ടിലേക്ക് വിളിച്ച് കാശ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഈ 3 സ്ത്രീകൾക്കും കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. റമ്മി കളിക്കാൻ വേണ്ടിയിട്ട് രേഖ കാശ് അടിച്ചു മാറ്റാൻ നടക്കുകയാണ്. അതുപോലെ തന്നെ IVF-ന് വേണ്ടിയിട്ട് 5.5 ലക്ഷം രൂപയോളം ജയിക്കും വേണം. സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സിനെ കൂട്ടാൻ കുറച്ച് കാശ് സുഷമയ്ക്കും വേണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം കുറ്റപ്പെടുത്തുകയായിരുന്നു. ജയ പറയുന്നുണ്ട് അമ്മ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കിഡ്നാപ്പിംഗ് പോലും ചെയ്യുമെന്ന്. അമ്മ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാരണമാണ് ഈ ആൾക്കാരെല്ലാം നമ്മളെ കുറിച്ച് ഓരോന്ന് പറയുന്നത്. അമ്മയുടെ പ്രായത്തിലുള്ള ഒരു സ്ത്രീകളും ഇവിടെ സ്ലീവ്ലെസ് ഇടുന്നില്ല. അമ്മ എന്തിനാ ഇതൊക്കെ ഇടുന്നത്? എന്നാൽ ഇത് കേട്ട് രേഖ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് എന്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് മാനസിന്റെ കൂടെ ഇറങ്ങി പോയവളല്ലേ നീ എന്ന്. എന്നാൽ ദേഷ്യം വന്ന ജയ പറയുന്നു ഈ വീട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരുന്നു. മാനസിന്റെ വീട്ടുകാര് എന്നെ ഇഷ്ടപ്പെട്ട സമയത്ത് അവർ എന്നോട് ഒരു കാര്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, കല്യാണത്തിന് അമ്മ വരാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന കുറച്ച് സ്വർണ്ണം എടുത്തുകൊണ്ട് ഞാൻ മാനസിന്റെ കൂടെ പോയത്. എന്താണെങ്കിലും അമ്മ എനിക്ക് വേണ്ടി തരാൻ തന്നെ വെച്ചിരുന്നതല്ലേ അത്. അങ്ങനെ പരസ്പരം പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നു. ദേഷ്യം വന്ന ജയാകട്ടെ ഇവരോട് പറയുന്നുണ്ട് ഗുപ്തയുടെ കാര്യത്തിൽ തീരുമാനമാക്കാതെ ഇവിടെ നിന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല എന്നും ഞാൻ അയാളുടെ പേരും പറഞ്ഞിട്ട് അയാളുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി കാശ് ചോദിച്ചിട്ടില്ല എന്നും. മഹേശ്വരി കോളനിക്ക് പുറത്തുള്ള CCTV ദൃശ്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ കോളനിക്കുള്ളിലേക്ക് ഗുപ്ത കയറിയിട്ടുണ്ട്. പക്ഷെ കോളനിക്ക് പുറത്ത് അന്ന് രാത്രിയിൽ അയാൾ പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കോളനിക്കുള്ളിൽ തന്നെയുള്ള ആരെങ്കിലും ആയിരിക്കും അയാളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. മഹേശ്വരിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കിക്കൊണ്ട് ജയ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഗുപ്തയുടെ കേസ് എന്തായെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അയാൾ കോളനിക്ക് പുറത്തു പോയിട്ടില്ല, അവിടെ ആരുടെയോ വീട്ടിലുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും വീട് സെർച്ച് ചെയ്യാൻ നിനക്ക് പറ്റില്ലെന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ പ്രത്യേകം പെർമിഷൻ വേണമെന്നാണ് മഹേശ്വരി പറയുന്നത്. അവന്റെ പ്ലാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ജയ അവനെ കാണാൻ വന്നത്. കിഡ്നാപ്പർ അന്ന് രാത്രിയാണ് 5.5 ലക്ഷം രൂപ ആ വേസ്റ്റ് ബിന്നിന്റെ മുകളിൽ വെക്കാൻ പറഞ്ഞിരിക്കുന്നത്. കിഡ്നാപ്പർ വന്ന് കാശെടുക്കുമ്പോൾ കൈയോടെ പിടിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ അവിടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാകുമെന്ന് മഹേശ്വരി പറയുന്നുണ്ട്. പ്ലാൻ ചെയ്ത പ്രകാരം രാത്രിയിൽ ഗുപ്തയുടെ വൈഫും മകൾ ഗോൾഡിയും ചേർന്നിട്ട് കാശ് കൊണ്ടുവെക്കാൻ ആ വേസ്റ്റ് ബിന്നിന്റെ അടുത്തേക്ക് പോകുന്നു. ഗുപ്തയുടെ വൈഫ് ഒരു സൈഡിലേക്ക് മാറി നിൽക്കുകയായിരുന്നു. കാശ് കൊണ്ടുവെക്കുന്നത് ഗോൾഡിയാണ്. പോലീസുകാര് പലയിടങ്ങളിലും വേഷം മാറി കിടപ്പുണ്ടായിരുന്നു. എന്നാൽ ഗുപ്തയുടെ വീട്ടുകാര് ഈ കാശ് കൊണ്ടുവയ്ക്കാൻ പോയ ആ 2 മണി സമയത്ത് തന്നെ തങ്ങളുടെ അമ്മ രേഖയും ആരും അറിയാതെ പുറത്തേക്ക് പോകുന്നത് കണ്ട് ഡൗട്ട് തോന്നിയ സുഷമയും ജയയും അവരെ ഫോളോ ചെയ്തു പോകുന്നു. എന്നാൽ രേഖ നേരെ പോകുന്നത് വൈൻ ഷോപ്പിലേക്കായിരുന്നു. അമ്മ എന്തിനാ ഇവിടേക്ക് വന്നു എന്ന് ചോദിച്ചിട്ട് 2 മക്കളും അവരെ കൈയോടെ പിടിക്കുന്നു. കിഡ്നാപ്പിംഗിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ രേഖ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ 4ാമതൊരാൾ കൂടി അവിടേക്ക് കയറി വരുന്നുണ്ട്. ചന്തു എന്നായിരുന്നു അയാളുടെ പേര്. ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ രേഖ സുഷമയോട് പറയുന്നുണ്ട് ഇതാണ് നിന്റെ അച്ഛനെന്ന്. ജയയും സുഷമയും ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നത്. രേഖയുടെ ആദ്യത്തെ ഭർത്താവ് സുകുമാറിന്റെ മരണശേഷം രേഖയെ ചന്തു എന്ന് പറയുന്ന ആള് സ്ഥിരമായിട്ട് കാണാൻ വരാറുണ്ടായിരുന്നു. രാത്രികാലങ്ങളിലാണ് കൂടുതലും വരുന്നത്. അയാൾ ഒരു അണ്ടർ കവർ ഏജന്റ് ആണെന്നാണ് രേഖയോട് പറഞ്ഞിരുന്നത്. അത് കാരണം ആരോടും അയാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനും രേഖയ്ക്ക് പറ്റിയില്ല. ആ ബന്ധത്തിലാണ് രേഖയ്ക്ക് സുഷമ ജനിക്കുന്നത്. അതിനുശേഷം അയാളെ പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്ത് അയാൾ തിരിച്ചു വന്നു. അയാൾ ഒരു മിഷനിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് രേഖയുടെയും മക്കളുടെയും കൂടി ജീവിക്കാനായിരുന്നു അയാൾ ആഗ്രഹിച്ചിരുന്നത്. 2 പേരും ചേർന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ബിസിനസ്
ബിസിനസിന് വേണ്ടിയിട്ടുള്ള കാശ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു രേഖ പലപ്പോഴും വൈൻ ഷോപ്പിൽ നിന്ന് കാശ് എടുക്കുകയും കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വെക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവസാനമായിട്ട് രേഖ മോഷ്ടിച്ച കാശ് ഈ ചന്തുവിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടിയാണ് രേഖ ഇവിടേക്ക് വന്നത്. തന്റെ അച്ഛനെ നേരിട്ട് കണ്ട സന്തോഷത്തിലായിരുന്നു സുഷമ. അയാൾക്ക് അവളുടെ പേര് പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. അയാളുടെ കൂടെ പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് സ്വപ്നം കണ്ടിരുന്ന രേഖയെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ ഇവരോട് പറയുന്നുണ്ട് താൻ അണ്ടർ കവർ ഏജന്റ് ഒന്നും അല്ലാന്ന്. തനിക്കെതിരെ പോലീസുകാര് വാറന്റ് നോട്ടീസ് ഇട്ടിട്ടുണ്ട്. 3 മാസം താൻ ഒളിവിലാണെങ്കിൽ 3 മാസം താൻ പുറത്തായിരിക്കും. എനിക്ക് ഈ കാശിന്റെ ആവശ്യമുണ്ട്. ഈ കാശും കൊണ്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് ട്രെയിന് നാട് വിടാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ കാശ് തരുന്നതാ നല്ലത്. അയാളുടെ കൂടെ ജീവിതം സ്വപ്നം കണ്ടുവന്ന രേഖയ്ക്ക് അത് വലിയൊരു തിരിച്ചടിയായിരുന്നു. സുഷമയെ കൊല്ലുന്നവരെ ഭീഷണിപ്പെടുത്തി അയാൾ രേഖയുടെ കയ്യിലുണ്ടായിരുന്ന കാശും കൊണ്ട് അവിടെ ഒന്നും മുങ്ങി. ആ സമയം ഇവിടെ പോലീസുകാര് കിഡ്നാപ്പറെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നെങ്കിലും ഇടയ്ക്ക് നമ്മുടെ മഹേശ്വരി ഒന്ന് ഉറങ്ങിപ്പോയി. ഉറക്കമുണർന്ന് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കാശ് കൊണ്ടുവന്ന സഞ്ചി ആ വേസ്റ്റ് ബിന്നിന്റെ മുകളിൽ തന്നെയുണ്ട്. പക്ഷെ അതിൽ കാശുണ്ടായിരുന്നില്ല. എപ്പോ വന്ന കിഡ്നാപ്പർ ഇത് എടുത്തുന്ന് പോലും ആർക്കും മനസ്സിലായില്ല. തന്റെ സ്വന്തം അച്ഛന്റെ സ്വഭാവം മനസ്സിലാക്കിയ സുഷമയാകട്ടെ ആകെ ദേഷ്യത്തിലായിരുന്നു. കാരണം ചെറുപ്പത്തില് അവളുടെ അച്ഛൻ ആരാണെന്ന് അവൾ അമ്മയോട് ചോദിക്കുമ്പോൾ നിന്റെ അച്ഛനായിട്ട് നീ ചന്ദ്രനെ കണ്ടാ മതി എന്ന് പറയുമായിരുന്നു. അത് കാരണം ആകാശത്തുള്ള ചന്ദ്രനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതിന്റെ ചിത്രങ്ങളും വരയ്ക്കുമായിരുന്നു. എന്നാൽ അന്ന് അവളുടെ കൂടെ പഠിച്ചിരുന്ന അടുത്ത വീട്ടിലെ ഗുപ്തയുടെ മകൾ ഗോൾഡിയാകട്ടെ അവളെ എപ്പോഴും കളിയാക്കും. നിന്റെ അച്ഛന് മൊട്ടത്തലയായതുകൊണ്ടായിരിക്കാം നിന്റെ അച്ഛൻ ചന്ദ്രനെ പോലെ ഇരിക്കുന്നതെന്ന് നിന്റെ അമ്മ പറഞ്ഞത്. അത് കേട്ട് ദേഷ്യം വന്ന് അന്ന് സുഷമയാകട്ടെ ഗോൾഡിയുടെ മുൻപിലത്തെ 2 പല്ലിടിച്ച് തകർത്തിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ ഗോൾഡിന്റെ പല്ലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവളെ ഗോൾഡി എന്ന് വിളിക്കുന്നത്. അവളുടെ യഥാർത്ഥ പേര് ഹേമ എന്നായിരുന്നു. തന്റെ അച്ഛന്റെ സ്വഭാവം മനസ്സിലാക്കി സുഷമയാകട്ടെ വീട്ടിലെത്തിയ ശേഷം ഗുപ്തയുടെ കയ്യിലെയും കാലിലെയും കെട്ടുകൾ അഴിക്കുന്നു. ഗോൾഡിയുടെ വിവാഹത്തിന് അവളുടെ അച്ഛനെങ്കിലും പങ്കെടുക്കട്ടെ, എന്റെ അച്ഛനോ എന്റെ കൂടെ ഇല്ല. എന്നാൽ ഇയാളിപ്പോൾ പുറത്തു പോയാൽ വലിയ പ്രശ്നമാകുമെന്ന് രേഖ പറയുന്നുണ്ട്. പക്ഷെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഗുപ്തയ്ക്ക് ബോധം വരികയും അയാൾ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്നു. അയാളെ വീണ്ടും ബോധം കെടുത്താൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും അയാളെ പിടിച്ചെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഉറങ്ങിക്കിടന്ന മാനസാകട്ടെ എന്തൊക്കെയോ സൗണ്ട് കേട്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു. ഗുപ്ത മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എടുത്ത് അയാളുടെ തലയിൽ അടിക്കണമെന്ന് ചിന്തിച്ചപ്പോഴാണ് ആ കുടത്തിൽ നിന്നും തേങ്ങ താഴേക്ക് വീണത്. ഗുപ്തയുടെ വൈഫ് പൂജിച്ചുകൊണ്ട് വെച്ചിരുന്ന ആ തേങ്ങ തന്നെ എടുത്ത് ഗുപ്തയുടെ തലയിലേക്ക് ജയ എറിയുന്നു. അയാളുടെ ബോധം പോയി. അയാൾ ശരിക്കും മരിച്ചുവെന്ന് ജയൻ രേഖയും സുഷമയും കരുതി. ബഹളം കേട്ട് അവിടേക്ക് വരാൻ തുടങ്ങിയ മാനസിനെ രേഖയും സുഷമയും ചേർന്ന് തടയുന്നു. നിങ്ങൾ ഇവിടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് മാനസ് പറഞ്ഞതും ദേഷ്യമെന്ന ജയ ആകട്ടെ അവനെ വന്ന് കുറെ ചീത്ത പറയുന്നു. ഇത്രയും കാലം ഞാൻ നിന്റെ വീട്ടിലൊരു വേലക്കാരിയെ പോലെ ജീവിച്ചത്. ഈ നാട്ടിലെ ആൾക്കാരെല്ലാം പറഞ്ഞത് ഞാൻ നിന്നെ വശീകരിച്ചതാണെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനല്ല സംഭവിച്ചത്. അന്ന് എന്റെ ഫ്രണ്ട് രാത്രിയെ പെണ്ണ് കാണാൻ വന്ന നീയാകട്ടെ ഞാൻ കിച്ചണിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് തക്കം നോക്കി അവിടേക്ക് വന്നു. എന്റെ അടുത്ത് ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അന്ന് എന്റെ ഫ്രണ്ട് നമ്മൾ രണ്ടുപേരും കണ്ട് തെറ്റിദ്ധരിച്ച് ഉറക്കെ വിളിച്ച് ആളെ കൂട്ടി. ഇല്ലായിരുന്നെങ്കിൽ എനിക്കിന്നൊരു നല്ല ലൈഫ് ഉണ്ടായിരുന്നേനെ. നിന്റെ വീട്ടുകാരൊക്കെ നല്ലവരാണെന്ന് കരുതിയിട്ടാ ഞാൻ നിന്റെ കൂടെ വന്നത്. നിന്നെ സ്നേഹിക്കാൻ ആരംഭിച്ചു. നിന്റെ സ്പേം കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ നിനക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു. എന്നിട്ട് പോലും IVF-ലൂടെ നിന്റെ തന്നെ കുട്ടിയെ പ്രസവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇനി ഞാൻ ഒരു കാരണവശാലും ആ വീട്ടിലേക്ക് വരില്ല എന്നും ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോകുകയാണെന്ന് അവള് പറയുന്നു. ഡിവോഴ്സ് പേപ്പർ ഞാൻ നിനക്ക് അയച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് മാനസിനെ അവിടെ നിന്നും തല്ലി ഓടിക്കുകയായിരുന്നു ജയ. ഇത്രയും കാലം അവൾ അനുഭവിച്ച ഇൻസൾട്ടും വേദനയെല്ലാം തന്നെ അവളുടെ മനസ്സിൽ ദേഷ്യമായി കിടപ്പുണ്ടായിരുന്നു. ആ ദേഷ്യം മുഴുവൻ അന്ന് രാത്രി അവൾ മാനസിനോട് തീർത്തു. അതിനുശേഷം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ അവളാകട്ടെ സുഷമയോട് പറയുന്നുണ്ട് എന്റെ ജീവിതം ഓൾറെഡി തകർന്നു. അതിനകത്ത് ഒരു പങ്ക് എന്റെ സഹോദരിക്കുമുണ്ട്. അവളും എന്റെ ഹസ്ബൻഡും തമ്മിൽ മറ്റു രീതിയിൽ ബന്ധമുണ്ടായിരുന്നില്ലേ. അവളുടെ ഫോണിൽ എന്റെ ഹസ്ബൻഡിന്റെ പേര് സ്വീറ്റ് ഹാർട്ട് എന്നാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ട് സുഷമ പറയുന്നുണ്ട് ചേച്ചി എന്നെ തെറ്റിദ്ധരിക്കുകയാണെന്ന്. അന്ന് ചേട്ടന്റെ കൂടെ ഒരു റീൽ ചെയ്തിട്ടപ്പോൾ അത് വൈറലായി. പിന്നെ എന്റെ ഗതികേട് കൊണ്ടാണ് അയാളുടെ കൂടെ റീൽ ചെയ്യേണ്ടി വന്നത്. എനിക്ക് അയാളുടെ നമ്പർ എന്റെ ഫോണിൽ സ്വീറ്റ് ഹാർട്ട് എന്ന് സേവ് ചെയ്തിട്ടിരിക്കുന്നതിന് കാരണം ചേച്ചി തന്നെയാണ്. ചേച്ചി എനിക്ക് അയാളുടെ നമ്പർ അയച്ചു തന്നപ്പോൾ ചേച്ചിയുടെ ഫോണിൽ സേവ് ചെയ്തിരുന്ന അതേ പേരിലാണ് എന്റെ ഫോണിലേക്ക് വന്നത്. ഞാൻ പേര് മാറ്റാനൊന്നും നിന്നില്ല. അങ്ങനെ തന്നെ കോണ്ടാക്റ്റിൽ സേവ് ചെയ്തു പോയി. അതുകൊണ്ടാണ് ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചത്. അല്ലാതെ നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ എനിക്ക് ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് ഒരു ബന്ധവുമില്ല. അന്ന് രാത്രി ഈ 3 പേരും ആകെ തകർന്നു വിഷമിച്ച് പലയിടങ്ങളിൽ കിടന്നുറങ്ങി. രേഖ തന്റെ പണ്ടത്തെ ഓർമ്മകളിലേക്ക് പോവുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ലപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ജനലടിക്കാൻ ചെന്ന രേഖ കാണുന്നത് തങ്ങളുടെ എല്ലാം കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടു പോയ ഗുപ്തയാകട്ടെ അയാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതാണ്. ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പേ അയാളെ അയാളുടെ വീട്ടുകാർ കാണുകയും അയാളുടെ കയ്യിലെയും കാലിലെയും കെട്ടുകളൊക്കെ അഴിച്ചിടുകയും ചെയ്തു. കിഡ്നാപ്പർ കാശ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാളെ വെറുതെ വിട്ടതായിരിക്കാമെന്നാണ് അയാളുടെ വീട്ടുകാർ ചിന്തിച്ചത്. നിങ്ങളെ കിഡ്നാപ്പ് ചെയ്തത് ആരാണ്, എവിടെയായിരുന്നു എന്നൊക്കെ മഹേശ്വരിയും അയാളുടെ വീട്ടുകാരും അയാളോട് ചോദിച്ചെങ്കിലും ഗുപ്ത ഒന്നും മിണ്ടാതെ അതേ ഷോക്കിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഗുപ്തയുടെ വായിൽ കെട്ടിരുന്ന തുണി അവർ പരിശോധിക്കുമ്പോൾ അതൊരു ബ്ലൗസ് ആയിരുന്നു. അതും സ്ലീവ്ലെസ് ബ്ലൗസ്. ഈ കോളനിയിൽ സ്ലീവ്ലെസ് ഇടുന്നത് രേഖ മാത്രമാണെന്ന് അവർക്കറിയാം. അത് കാരണം രേഖയുടെ വീട്ടിൽ തന്നെയായിരുന്നിരിക്കാം ഗുപ്ത എന്ന് ഗുപ്തയുടെ വൈഫ് പറയുന്നുണ്ട്. മഹേശ്വരിക്ക് ഏകദേശം മനസ്സിലായി രേഖയും കുടുംബവും തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന്. എന്നാൽ ഇവരുടെയെല്ലാം കണ്ണുവെട്ടിച്ച് ഗുപ്തയാകട്ടെ രേഖയെ കോൾ ചെയ്യുന്നു. അയാൾ മറ്റുള്ളവരുടെ മുന്നിൽ താൻ ഷോക്കിലാണെന്ന് അഭിനയിക്കുകയായിരുന്നു. അയാൾ രേഖയും മക്കളെയും ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു. നിങ്ങൾ എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല. കൂടാതെ എന്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കാശും വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ പുറത്തു പറയാതിരിക്കണമെങ്കിൽ താൻ പറയുന്ന കാര്യം ചെയ്യണമെന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ നിങ്ങളെ
കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങിയത് തങ്ങളല്ല എന്ന് രേഖ പലതവണ പറയുന്നു. അതൊന്നും അയാൾ കേൾക്കുന്നില്ല. അയാൾ ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി നിങ്ങൾ 3 പേരും എന്റെ ശരീരം മുഴുവൻ മസാജ് ചെയ്യണമെന്നും എന്നെ സന്തോഷിപ്പിക്കണമെന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആൾക്കാരെ കൊണ്ടുവന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഇനിയും സംഭവിക്കും. ഇത് കേട്ടതോടെ രേഖ പേടിക്കാൻ ആരംഭിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ആ സൈബർ കഫേയിലെ ഇഷ്യൂവിന്റെ പേരിൽ രേഖയുടെ വീട്ടിലേക്ക് ഗുപ്ത ആൾക്കാരെ കൊണ്ടുവരികയും ആ വീട് മുഴുവൻ തല്ലി പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം ഗുപ്തയെ മാത്രം വീട്ടിലാക്കിയിട്ട് ഗുപ്തയുടെ വീട്ടുകാരെല്ലാം കല്യാണത്തിന്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു പോയിരിക്കുകയായിരുന്നു. ഗുപ്ത അപ്പോഴും അവരുടെ എല്ലാം മുന്നിൽ താൻ ഷോക്കിലാണെന്നുള്ള രീതിയിൽ അഭിനയിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു. ഇവിടെ സങ്കടപ്പെട്ടുകൊണ്ട് രേഖയാകട്ടെ തന്റെ മക്കളോട് പറയുന്നുണ്ട്, നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര മോശ സ്ത്രീയൊന്നുമല്ല. നിങ്ങളുടെ അച്ഛന്റെ മരണശേഷം ജീവിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതിന്റെ ഇടയ്ക്കാണ് ആ ചന്തു എന്ന് പറയുന്ന ആള് വന്നത്. അയാൾ ഇപ്പോഴും എന്നോട് പറഞ്ഞത് 2 മക്കൾക്കും വേണ്ടിയിട്ട് ഈ വീടിന്റെ മുകളിൽ 2 മുറി കൂടി പണിയാം, സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാമെന്നാണ്. അയാളെ ഞാൻ വിശ്വസിച്ചു. പക്ഷെ അയാൾ എന്നെ ചതിച്ചു. ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ജയ ഒരു ഐഡിയ പറയുന്നത്. അവള് ഗുപ്തയോട് പോയി പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ ഡീലിന് ഞങ്ങൾ ഓക്കെ ആണെന്ന്, വീട്ടിലേക്ക് വരാൻ. ഗുപ്ത വരുമ്പോഴേക്കും ഈ 3 സ്ത്രീകളും സ്ലീവ്ലെസ് നൈറ്റിയൊക്കെ ഇട്ട് നല്ലപോലെ റെഡിയായി ഇരിക്കുകയായിരുന്നു. എന്നാൽ ആ സമയം മറ്റൊരു ഫ്ലാഷ് ബാക്ക് കൂടി നമ്മളെ കാണിക്കുന്നുണ്ട്. ശരിക്കും രേഖയെക്കുറിച്ച് ഈ നാട്ടിലെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ശരിയായിരുന്നില്ല. രേഖ അവിടുത്തെ ആൾക്കാരെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവള് സ്ലീവ്ലെസ് ഇടുന്നത് അവളുടെ ഇഷ്ടമായിരുന്നു. എന്നാൽ അവളെ മോശമായിട്ട് നോക്കിയ ആണുങ്ങളുടെ അടുത്ത് നിന്നെല്ലാം രേഖ ഒഴിഞ്ഞുമാറി പോവുകയായിരുന്നു. രേഖയുടെ ഭർത്താവിന്റെ മരണശേഷം ഗുപ്ത പോലും രേഖയെ അനാവശ്യമായിട്ട് ടച്ച് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും രേഖയോട് കാമമായിരുന്നു. രേഖയും മക്കളെയും കുറിച്ച് മോശമായിട്ട് ആ മതിലെല്ലാം തന്നെ അവർ എഴുതി വെക്കുമായിരുന്നു. വീടിന്റെ ബാൽക്കണിയിൽ കൊണ്ടിരുത്തി സുകുമാരനെ എണ്ണ തേപ്പിക്കുന്നത് ആണുങ്ങളെ പ്രലോഭിപ്പിക്കാനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്നാൽ നിങ്ങളുടെ അച്ഛന് ബാൽക്കണിയിൽ തന്നെ ഇരുന്ന് എണ്ണ തേക്കണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ടുപോയിരുത്തി എണ്ണ തേപ്പിച്ചത്, അല്ലാതെ ഞാൻ ആരെയും വശീകരിക്കാൻ വേണ്ടിയല്ല ചെയ്തത്. അമ്മയുടെ സത്യങ്ങളെല്ലാം തന്നെ 2 മക്കളും മനസ്സിലാക്കി. ഗുപ്തയാകട്ടെ ആരും കാണാതെ ഇവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വന്നപ്പോ തന്നെ ഇവരുടെ ലുക്കൊക്കെ കണ്ട് ഗുപ്തയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. അയാൾക്ക് കുടിക്കാൻ ഇവർ ജ്യൂസ് കൊടുത്തു. രേഖയെ കൊണ്ട് ആദ്യം കുടിപ്പിച്ച ശേഷമാണ് അയാൾ കുടിച്ചത്. അയാൾ രേഖയുടെ ബെഡിലേക്ക് പോയിരുന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, എന്റെ മുന്നിൽ നിങ്ങൾ 3 പേരും ഡാൻസ് കളിച്ച് കാണിക്കാൻ. പേടിയോടുകൂടി അവർ 3 പേരും ഡാൻസ് കളിക്കുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞ പോലെ അയാളുടെ ശരീരത്തിലേക്കെല്ലാം തന്നെ എണ്ണ തേച്ച് മസാജ് ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ ഗുപ്ത അറിയാതെ ഇവരിതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ ഗുപ്തയുടെ വൈഫിനും മഹേശ്വരിക്കും അവർ അയച്ചു കൊടുത്തു. ഇതെല്ലാം കണ്ട് ഗുപ്തയുടെ വൈഫ് അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിച്ച്. എന്നാൽ ഈ സ്ത്രീകളാണ് തന്നെ വശീകരിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് ഗുപ്ത അവരോട് പറയുന്നു. പക്ഷെ ഞങ്ങളുടെ കയ്യിലെ എല്ലാ തെളിവുകളും ഉണ്ട്, നിങ്ങളിത് എൻജോയ് ചെയ്യുകയായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസും ഉണ്ടെന്ന് രേഖ പറയുന്നുണ്ട്. ഇനി തങ്ങളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ട് രേഖ അവരെ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷെ അങ്ങനെ വീഡിയോ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയില് എന്റെ ശരീരത്തിൽ മസാജ് ചെയ്യുന്നത് നിങ്ങൾ 3 സ്ത്രീകളുമല്ലേ, നിങ്ങളുടെ അഭിമാനവും നഷ്ടപ്പെട്ടില്ലേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അത് കേട്ടതും ഈ 3 സ്ത്രീകളും ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ കോളനിയിൽ എന്ത് അഭിമാനമാണ് ഉള്ളതെന്ന് ചോദിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങളെല്ലാവരും ഞങ്ങളെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു തുടങ്ങിയതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇടയിൽ ഞങ്ങൾ ഓൾറെഡി വൃത്തികെട്ട സ്ത്രീകൾ തന്നെയാ, ഒരു അഭിമാനം ഇല്ലാത്തവര്. അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെടാനും ഇനി ഒരു അഭിമാനമില്ല. അന്ന് രാത്രിയിൽ ശരിക്കും ഇയാൾ മരിച്ചു പോയിരുന്നെങ്കിലെന്നാണ് താൻ ആഗ്രഹിച്ചിരുന്നതെന്നും രേഖ പറയുന്നുണ്ട്. സത്യങ്ങളെല്ലാം മഹേശ്വരി മനസ്സിലാക്കി. മഹേശ്വരി അവിടെ നിന്നും പുറത്തു വന്ന ഗുപ്തയോട് ചോദിക്കുന്നുണ്ട്, ഇവർക്കെതിരെ കേസെടുക്കണ്ടേ, FIR ഇടണ്ടേന്ന്. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഗുപ്ത പറയുന്നത്. ഇവർ തന്റെ വീഡിയോ വൈറലാക്കുമെന്ന് ഗുപ്തയ്ക്ക് അറിയാമായിരുന്നു. അപ്പോഴും മിസ്റ്ററി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ഗുപ്തയെ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങിയത് ആരാണെന്നായിരുന്നു. പിന്നീട് കാണിക്കുന്നത് കുറെ ആഴ്ചകൾക്ക് ശേഷം ഇവർ 3 പേരും TV കാണുമ്പോൾ ടിവിയിലെ ഒരു സിംഗിംഗ് പ്രോഗ്രാമില് പങ്കെടുക്കുന്ന ഗുപ്തയുടെ മകൾ ഗോൾഡിയാണ് കാണുന്നത്. ഗോൾഡി തന്റെ വിവാഹത്തിന്റെ തലേന്ന് ഒളിച്ചോടിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഈ വിവാഹം വേണ്ടാന്ന് തന്റെ അച്ഛനോട് പറഞ്ഞിട്ടും കേൾക്കാത്തത് കാരണം വേറെ നിവൃത്തിയില്ലാതെയാണ് അവൾ ഒളിച്ചോടിയത്. അവൾക്ക് വലിയൊരു പാട്ടുകാരിയാകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഇവിടെ വരെ എത്താനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഒക്കെ അവൾക്ക് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള 5.5 ലക്ഷം രൂപ താൻ തന്നെ സംഘടിപ്പിച്ചതാണ്. ഒരു രാത്രിയിൽ തങ്ങളുടെ വീടിന്റെ അടുത്തൊരു സംഭവം ഉണ്ടായി. സംഭവം നടക്കുന്നതൊക്കെ താനും കണ്ടിരുന്നു. അത് വെച്ചിട്ട് താനും ഒരു കളി കളിക്കുകയും കുറച്ച് കാശ് സംഘടിപ്പിക്കുകയും ചെയ്തു. അതായിരുന്നു അവൾ ടിവിയിലൂടെ പറഞ്ഞത്. അതോടുകൂടി രേഖയും മനസ്സിലാക്കി അന്ന് രാത്രി ഗുപ്ത ഇവിടേക്ക് വരുന്നതും രേഖയുമായിട്ടുള്ള ഇഷ്യൂസും എല്ലാം തന്നെ ഗോൾഡിയും കണ്ടിട്ടുണ്ടായിരുന്നുവെന്ന്. ഗോൾഡി ആ അവസരം മുതലെടുത്ത് വീട്ടുകാരോട് പറഞ്ഞു അന്ന് രാത്രിയിൽ കിഡ്നാപ്പർ വിളിച്ചു ഇതുപോലെ കാശ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ എല്ലാവരും പറ്റിച്ചുകൊണ്ടാണ് അവളും കാശ് സംഘടിപ്പിച്ചത്. ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രേഖയും മക്കളും. പിന്നീട് ആ കോളനിയിലെ ആരെയും മൈൻഡ് ചെയ്യാതെ അവരുടെ ഇഷ്ടപ്രകാരം അവർ 3 പേരും അവിടെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ആരംഭിച്ചു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.